കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജന്മനാ ഉണ്ടാവുന്ന ഹൃദ്രോഗങ്ങളെ പറ്റി ചർച്ച ചെയ്തു. പിന്നീട് വരുന്ന രോഗങ്ങളെയാണ് അക്വയർഡ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രക്തക്കുഴലുകൾ അടയുന്നതുകൊണ്ടുണ്ടാവുന്ന രോഗം, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്. അതാണ് ഹാർട്ട് അറ്റാക്കും എൻജൈന ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണം. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട രോഗമാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതായത് രക്തവാതം ഉണ്ടായിട്ട് അത് ഹൃദയത്തിനെ ബാധിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം. ഞങ്ങൾ പറയുന്ന രക്തവാതം സാധാരണയായിട്ട് നാട്ടിൻപുറത്ത് പറയുന്ന രക്തവാതമല്ല. നാട്ടിൻപുറത്ത് ഒരാൾക്ക് പനിയുണ്ടായി, പനിയോടൊപ്പം മുഖത്തോ കഴുത്തിലോ നെഞ്ചിലോ വയറ്റിലോ കാലിലോ ചുവപ്പ് നിറം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന് രക്തവാതം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്ന രക്തവാതം അതല്ല. ഒരാൾക്ക് സ്ട്രെപ്റ്റോകോക്കസ് ബീറ്റ ഹെമോലിറ്റിക്കസ് അണുബാധയുണ്ടായി, തൊണ്ടയിലോ തൊലിയിലോ വേറെ ഏതെങ്കിലും ഭാഗത്ത്, 1-2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു രോഗത്തിനെയാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. അതിന് പനിയുണ്ടാവും, സന്ധികളെ ബാധിക്കും, ഹൃദയത്തിനെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, തൊലിൻ്റെ അകത്ത് മുഴകളുണ്ടാവും. അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാവുന്ന രോഗത്തെയാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? റുമാറ്റിക് ഫീവറിൻ്റെ ആർത്രൈറ്റിസ്, അതായത് സന്ധിവേദനയ്ക്ക് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് സാധാരണയായിട്ട് ചെറിയ സന്ധികളെ ബാധിക്കൂല, വലിയ വലിയ സന്ധികളെ ബാധിക്കുള്ളൂ. അതായത് ഈ സന്ധി ഇവിടെ ഉള്ളത്, ഇല്ലെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ മുട്ട്, ഇല്ലെങ്കിൽ കാലിൻ്റെ വലിയ സന്ധി, ഇതിനൊക്കെ ബാധിക്കുകയുള്ളൂ. അത് ഒരേ സമയത്ത് ബാധിക്കൂല എല്ലാ സന്ധികളെയും. നിങ്ങൾ ഇവിടെ ഈ സന്ധി വേദന ഉണ്ടായി, വീക്കം ഉണ്ടായി, ഇത് മാറിക്കഴിയുമ്പോഴായിരിക്കും ഈ മുട്ടിനോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിനോ ഉണ്ടാകുക. അതിനാണ് മൈഗ്രേറ്ററി പോളി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പ്രത്യേകത, വേദന വന്ന് വീക്കം ഉണ്ടായി, വീക്കമൊക്കെ മാറിക്കഴിയുമ്പോൾ ആ സന്ധിക്ക് വേറെ ഒരു തകരാറും ഉണ്ടാവില്ല. ദർ ആർ നോ റെസിഡ്യുവൽ ഡിഫക്ട്സ്. അതേ അവസരത്തിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസോ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസോ ഉണ്ടാകുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഇത് വന്നിട്ട് മാറിക്കഴിയുമ്പോഴും സന്ധിക്ക് ഇങ്ങനെ ജോയിന്റ് ഡിഫോമിറ്റീസ് വരും. കുറേ നാൾ കഴിയുമ്പോൾ സന്ധി ഇങ്ങനെയൊക്കെ ആയിപ്പോവും. പക്ഷേ റുമാറ്റിക് ഫീവർ എത്ര പ്രാവശ്യം ബാധിച്ചാലും ദർ ആർ നോ റെസിഡ്യുവൽ ഡിഫക്ട്സ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് വലിയ ജോയിന്റ് മാത്രം ബാധിക്കുക, മൈഗ്രേറ്ററി പോളി ആർത്രൈറ്റിസ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നൊന്ന് വരിക, പിന്നെ അത് മാറിക്കഴിയുമ്പോൾ അതിൽ യാതൊരു ഡിഫക്ട്സും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇതാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ അത് തലച്ചോറിനെ ബാധിക്കാം, അതോടൊപ്പം തന്നെ ഹൃദയത്തിനെ ബാധിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ സന്ധികളെ ബാധിച്ചു കഴിഞ്ഞാൽ അസുഖം മാറിക്കഴിയുമ്പോൾ സന്ധിക്ക് ഒരു തകരാറുമില്ല. പക്ഷേ ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കും. തുടക്കത്തിൽ ചെറിയ അസുഖമാണെങ്കിലും കൊല്ലങ്ങൾ കഴിയുമ്പോൾ വലിയ അസുഖമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത് റുമാറ്റിക് ഫീവർ ലിക്സ് ദ ജോയിന്റ്സ് ആൻഡ് ബൈറ്റ്സ് ദ ഹാർട്ട് എന്നാണ്. ജോയിന്റ് ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് പോവും, പക്ഷെ ഹൃദയത്തിന് ശരിക്കും ഡാമേജ് ഉണ്ടാക്കും. ഹൃദയത്തിൻ്റെ മസിലിനെ ബാധിക്കാം, ഹൃദയത്തിൻ്റെ കവറിങ്ങിനെ ബാധിക്കാം, ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കാം. വളരെ സീരിയസ് ആയിട്ട് ഹൃദയത്തിൻ്റെ മസിൽ ബാധിക്കുകയാണെങ്കിൽ വേഗത്തിൽ ഹൃദയം വലുതായി അതിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞ് 5-6 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ മരണമടഞ്ഞത് വരാം. ചിലപ്പോൾ ഹാർട്ടിനെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടാവും, പരിശോധിച്ച് നോക്കിയാൽ ഒന്നും കാണില്ല. ആ സമയത്ത് വാൽവിനെ ബാധിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 10-20 കൊല്ലം കഴിയുമ്പോൾ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരും, സാറേ എനിക്ക് നടക്കുമ്പോൾ
കിതപ്പുണ്ട്, കയറ്റം കയറാൻ പറ്റുന്നില്ല. പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വാൽവിന് ലീക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, എടോ തനിക്ക് ചെറുപ്പത്തിൽ രക്തവാതം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഭൂരിപക്ഷ ആളുകളും പറയും ഇല്ല സാറെന്ന്. കാരണം 10-20 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ചെറിയ സന്ധിവേദന ആരും ഓർത്തിരിക്കാനാ? പക്ഷെ ആ ചെറിയ സന്ധിവേദന ഉണ്ടായതാണ് ഇപ്പൊ ഈ ഹൃദയത്തിന്റെ വാൽവിന്റെ വളരെ മേജർ ആയിട്ടുള്ള തകരാറിന് കാരണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം രക്തവാതം വന്നു കഴിഞ്ഞാൽ പിന്നീട് രക്തവാതം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനോ ഗുളികകളോ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. കൊല്ലങ്ങളോളം, 1-2 ദിവസമല്ല. ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തടയാനുള്ള മരുന്നുകൾ ആയുർവേദത്തിലും ഹോമിയോയിലും ഇല്ല എന്നുള്ളതാണ്. സാധാരണ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം നിങ്ങൾ ഈ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കും, റൊമാറ്റിക് ഫീവർ വരാതിരിക്കാനുള്ള പെനിസിലിൻ ഇഞ്ചക്ഷൻ. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളോ നാട്ടുകാരോ പറയും, എടോ ഇത് വാദമല്ലേ, വാദത്തിന് ആയുർവേദമില്ലെങ്കിൽ ഹോമിയോ ആണ് എലോപ്പത്തിനേക്കാളും നല്ലത് എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓ ശരിയാണിതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മരുന്ന് നിർത്തി എലോപ്പത്തി വേണ്ടാന്ന് വെച്ച് ഹോമിയോയിലും ആയുർവേദത്തിന് പോവും. 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടാമത് റൊമാറ്റിക് ഫീവർ അറ്റാക്കുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. രണ്ടാമത് റൊമാറ്റിക് ഫീവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ബാക്കിയുള്ള എല്ലാ വാൽവുകളും കേടാവും, പിന്നെ ഒന്നും ചെയ്യാനില്ല, ഹാർട്ട് മാറ്റിവെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ റൊമാറ്റിക് ഫീവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനോ ഗുളികയോ തുടർച്ചയായിട്ട് കൊല്ലങ്ങളോളം എടുത്തേ മതിയാവൂ, ഇല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. മാറി വേറെ സിസ്റ്റത്തിലോട്ട് പോയി ചികിത്സ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അടുത്തത്, നിങ്ങൾക്ക് പ്രഷർ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തെ ബാധിക്കും, ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തെ ബാധിക്കും, ഡയബറ്റിക് ഹാർട്ട് ഡിസീസ്. മനസ്സിലായില്ലേ? ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ പോലെ തന്നെ ഹൃദയത്തിന് അണുബാധ ഉണ്ടാകാം. ഇൻഫെക്ഷൻസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ മസിലിന് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മയോകാർഡൈറ്റിസ്. ബാക്ടീരിയൽ ആകാം, വൈറൽ ആകാം, റിക്കറ്റ്സിയൽ ആകാം, പാരസൈറ്റിക് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇൻഫെക്ഷൻ മസിലിനെ ബാധിക്കാം. അതുപോലെ തന്നെ അതിന്റെ കവറിങ്ങിനെ ബാധിക്കാം. അതിനെയാണ് പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹാർട്ടിന്റെ വാൽവിന് ജന്മനാ ഉള്ള തകരാറുകളോ അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവർ വന്നിട്ടുള്ള തകരാറോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പഴുപ്പുണ്ടാക്കാം. അതുപോലെ തന്നെ ജന്മനാ ഉള്ള ഓട്ടകളോ വാൽവിന്റെ തകരാറുകളോ വേറെ രോഗങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയും ഇൻഫെക്ഷൻ പഴുപ്പുണ്ടാക്കാം. ഹാർട്ടിന്റെ അകത്ത് പഴുപ്പുണ്ടായിക്കഴിഞ്ഞാൽ, ഹാർട്ടിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. അത് വേഗത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ മരണങ്ങൾ സംഭവിക്കും, അപകടങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഹാർട്ടിന്റെ മസിലിന് ഉണ്ടാവുന്ന പ്രത്യേകതരം രോഗങ്ങളുണ്ട്. അതിനെ കാർഡിയോ മയോപ്പത്തീസ് എന്ന് പറയും. ഒന്നല്ല, ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ. മനസ്സിലായി? ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടാകുന്ന മുഴകളെ പോലെ തന്നെ ഹാർട്ടിലും മുഴകളുണ്ടാകാം. ട്യൂമേഴ്സ് ഓഫ് ദ ഹാർട്ട്. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസറിന്റെ ഡെപ്പോസിറ്റ്സ് ഹാർട്ടിൽ വന്നിട്ട് അടിയാം. സെക്കൻഡറി ഡെപ്പോസിറ്റ്സ് ഇൻ ദി ഹാർട്ട്. അങ്ങനെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, 1-2 പക്ഷെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ അടയുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് 2 രക്തക്കുഴലുകളുണ്ട്. അയോട്ട എന്ന് വരുന്ന 2 രക്തക്കുഴലുകളാണ് ഹൃദയത്തിന്റെ മസിലിന് രക്തം സപ്ലൈ ചെയ്യുന്നത്. അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോറണറി ആർട്ടറീസ്. ഈ രക്തക്കുഴലുകൾ നിങ്ങൾ ജനിച്ചെന്ന് മുതൽ അടയാൻ തുടങ്ങും, അല്ലാതെ 60 or 80 വയസ്സിലല്ല അടയാൻ തുടങ്ങുക. ഇന്ന് ജനിച്ച കുട്ടിയുടെ ഹൃദയം മുറിച്ച് രക്തക്കുഴലുകൾ തുറന്നു നോക്കിയാൽ കാണാം അടച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫാറ്റി സ്ട്രീക്സ് ആർ സീൻ ഇൻ ദ ന്യൂ ബോൺ. കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അടയും, കാരണങ്ങളൊന്നുമില്ലെങ്കിൽ മെല്ലെ അടയും. അതുകൊണ്ട് ഒരുപാട് കാരണങ്ങളുള്ള ആൾക്ക് ഒരു 10-20 വയസ്സാകുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് വരാം. കാരണങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് 60-80 വയസ്സാകുമ്പോഴായിരിക്കും ഹാർട്ട് അറ്റാക്ക്.
ഹൃദ്രോഗ മരണങ്ങൾ കുറക്കണമെങ്കിൽ കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ തടയാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു കാരണമാണെങ്കിൽ അതിനെ തടയാനോ ചികിത്സിക്കാനോ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ തടയാനും ചികിത്സിക്കാനും മാറ്റിയെടുക്കാനും എളുപ്പമൊന്നുമല്ല. നിർഭാഗ്യവശാൽ രക്തക്കുഴലുകൾ അടയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെയാണ് കൊറോണറി റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എത്ര കൊറോണറി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്? രക്തക്കുഴലുകൾ അടയാനുള്ള കാരണങ്ങൾ എത്രയുണ്ട്? യെസ്, എത്ര കാരണങ്ങളുണ്ട്? 5 കാരണങ്ങൾ. ആയിക്കോട്ടെ. ഇതുവരെ ആയിട്ട് 400ഓളം കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റെക്കോർഡുകൾ കാണിക്കുന്നത്. ഈ 400 കാരണങ്ങളെയും പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ രോഗം തടയാൻ സാധിക്കില്ല. ഭാഗ്യവശാൽ ഈ കാരണങ്ങളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമില്ല. എല്ലാ കാരണങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യവുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങളെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ആഫ്രിക്കൻ ബാൻറ്റു ട്രൈബിലോ ഫിജിയിലെ ഗോത്രവർഗ്ഗക്കാരിലോ ഓസ്ട്രേലിയയിലെ അബോറിജിനൽസിലോ അല്ലെങ്കിൽ തായ്ലൻഡിലോ കാനഡയിലോ മാത്രമുള്ള കാരണങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങളെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതി. ഈ കാരണങ്ങളെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, കാരണം എന്തെന്നറിയാമെങ്കിലും അതിനെ മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങളില്ല. അതിനെയാണ് ഇംഗ്ലീഷിൽ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്, കാരണം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാം. അതിനെയാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത കാലം വരെ മാറ്റിയെടുക്കാൻ സാധിക്കാത്ത കാരണങ്ങളുടെ പട്ടികയിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത കാലത്ത് 2 പുതിയ കാരണങ്ങളും കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 കാരണത്തിൽ പ്രധാനമായതൊന്ന് പാരമ്പര്യമായിട്ട് വരുന്ന ഹൃദ്രോഗം, ഹെറിഡോ ഫെമീലിയർ അല്ലെങ്കിൽ ജനറ്റിക് എന്ന് പറയും. അച്ഛനോ അമ്മയ്ക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്കുണ്ടാവുന്നതും സംശയമൊന്നും വേണ്ട. അതേ ജീവിത രീതിയാണെങ്കിൽ മക്കൾക്ക് 5-10 കൊല്ലം നേരത്തെ ഉണ്ടാകുക. പക്ഷെ അവരെക്കാൾ നല്ല ജീവിത രീതി ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഇന്ന് നമുക്ക് അച്ഛനെയും അമ്മനെയും തിരഞ്ഞെടുക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ അച്ഛനെയും അമ്മനെയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പം അത് മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങൾ ഇന്നില്ല. ഒരുപക്ഷെ 10-20-25 കൊല്ലം കഴിയുമ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട്, ജീൻ മാനിപ്പുലേഷൻ കൊണ്ട്, ക്രോമസോം മോഡുലേഷൻ കൊണ്ടിട്ട് ഇതിനെയും മാറ്റിയെടുക്കാൻ സാധിച്ചെന്ന് വരാം, ഇപ്പം മാർഗങ്ങളില്ലെങ്കിലും. രണ്ടാമതായിട്ട്, നിങ്ങളെ പ്രായം കൂടുന്നതോറും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും. ഏജ് ഈസ് എ ഡെഫിനറ്റ് റിസ്ക് ഫാക്ടർ. മനസ്സിലായില്ലേ? എന്താ, പ്രായം കുറക്കാനുള്ള മാർഗങ്ങളുണ്ടോ? പ്രായം കുറക്കാനുള്ള മാർഗങ്ങളുണ്ടോ? ഇല്ലേ? ഓക്കെ. വേറെ ആർക്കും വേറെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? ഒരാൾ പറഞ്ഞു പ്രായം കുറക്കാനുള്ള മാർഗങ്ങളില്ല എന്ന്. ആന്റി ഓക്സിഡൻസ്. പ്രായം കുറക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അറിയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ കൃത്യമായിട്ട് മാതൃഭൂമി പത്രം വായിക്കുന്നവർ? ആരുമില്ല. പത്രം തന്നെ വായിക്കൂല അല്ലേ? പിന്നെ മാതൃഭൂമി എങ്ങനെ വായിക്കും? അല്ല, അതെ, പത്രം വായിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് 1-2 കാര്യങ്ങളേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മളിവിടെ പരാമർശിക്കണ്ട. ഏറ്റവും കൂടുതൽ ആദ്യം രാവിലെ പത്രം വന്നുകൊണ്ട് കണ്ടിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അന്വേഷിക്കണ ഇതുണ്ട്. ഇന്ന് അങ്ങനെ ആയിപ്പോയി നമ്മളെ പത്രങ്ങൾ. ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു പേജ് ആർട്ടിക്കിൾ വന്നിരുന്നു. ചാവക്കാട് ഒരു ആശുപത്രിയിൽ 20 കൊല്ലം കുറച്ചു കൊടുക്കുന്ന ചികിത്സയുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങളാരും വായിച്ചിട്ടില്ല. ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഒരു കൂട്ടം വൈദ്യന്മാർ പത്രസമ്മേളനം നടത്തി 20 കൊല്ലം കുറച്ചു കൊടുക്കുന്ന ചികിത്സ അവരുടെ അടുത്ത് ഉണ്ടെന്ന് അവർ ആവശ്യപ്പെട്ടു. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ സിനിമ കാണുന്ന ആളുകൾ? മോഹൻലാലിന്റെ ആരാധകന്മാരാരാ?
മോഹൻലാൽസ് ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, ആക്ടിവിസ്റ്റ് ആരുമില്ല. എന്ത് കഷ്ടാ. നിങ്ങളൊക്കെ മമ്മൂട്ടിൻ്റെ ആളുകളാ, മോഹൻലാലിൻ്റെ ആളുകളല്ല. കുറച്ച് നാൾക്ക് മുമ്പ് മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നിരുന്നു. അതിൻ്റെ പേര് നന്ദനമെന്നോ പേര് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അതിൽ മോഹൻലാലായിരുന്നു ഹീറോ, സായികുമാറാണ് വില്ലൻ. അപ്പോൾ സായികുമാറിൻ്റെ അടുത്ത ആളുകൾ പറയും, എടോ തന്നെ കൊണ്ട് ഒരിക്കലും മോഹൻലാലിനെ അടിച്ചിടാൻ പറ്റൂല, തനിക്കതിനുള്ള ശക്തിയോ ത്രാണിയൊന്നുമില്ല, അതുകൊണ്ട് തനിക്കത് ചെയ്യണമെങ്കിൽ താൻ പോയി ചികിത്സ എടുത്തിട്ട് വന്നാൽ സാധിക്കുമെന്ന്. അങ്ങനെ സായികുമാർ ചികിത്സക്ക് പോവും. എന്ത് ചികിത്സയാ? ആ ചികിത്സയുടെ പേരെന്താ? പത്രം വായിച്ചില്ലെങ്കിലും TV കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സിനിമയെങ്കിലും കാണണ്ടേ? കായകൽപ്പ ചികിത്സ അല്ലെങ്കിൽ റസായന ചികിത്സ. അങ്ങനെ സായികുമാർ ആ ചികിത്സക്ക് പോകും. ഈ വിവരം കുറച്ച് നാൾ കഴിയുമ്പോൾ മോഹൻലാൽ അറിയും, സായികുമാർ ചികിത്സക്ക് പോയിരിക്കണയാണ്. ഈ ചികിത്സയും കാലം കഴിഞ്ഞിട്ട് വന്നാൽ സായികുമാർ മോഹൻലാലിന്റെ കഥ കഴിക്കും. അത്ര 20 കൊല്ലം കുറച്ചിട്ടാണ് ഇയാൾ വരാൻ പോണത്. ഈ വിവരം അറിഞ്ഞ് മോഹൻലാൽ ആ ആശുപത്രിയിൽ പോയിട്ട് സായികുമാറിനെ അടിച്ച് ശരിയാക്കുന്ന ഒരു രംഗമുണ്ട്. ചികിത്സ പൂർത്തിയാവുന്നതിന് മുമ്പ്, ചികിത്സ കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളാരും സിനിമ പോലും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് 20 കൊല്ലം കുറച്ചു കൊടുക്കുന്ന ഒരു ചികിത്സ ഉണ്ടെന്നാണ്. ഈ ചാവക്കാട് ആശുപത്രിയിലെ മാനേജിംഗ് ഡയറക്ടർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, അല്ലടോ താങ്കളുടെ ആശുപത്രിയിൽ എന്താ 20 കൊല്ലം കുറച്ചു കൊടുക്കുന്ന ഒരു ചികിത്സ ഉണ്ടെന്ന് കേട്ടല്ലോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ കുറേ വൈദ്യന്മാർ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ അതിലൊരു ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി എഴുതിയിരുന്നു. അത് പ്രാക്ടീസ് ചെയ്ത് അത് പഠിച്ചെടുത്ത് അവർ പ്രായോഗികമാക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം. ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ 20 കൊല്ലം മുമ്പുള്ള ഫോട്ടോ കൊണ്ടുവരണം, മനസ്സിലായില്ലേ? അത് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. ആദ്യത്തെ 3 മാസം ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൽ പാസ്സായ ആളുകൾക്ക് 6 മാസം ചികിത്സയാണ്. 6 മാസം കഴിയുമ്പോൾ 20 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് 20 കൊല്ലം മുമ്പുണ്ടായിരുന്നത് പോലെ ആവും, മനസ്സിലായില്ലേ? നിങ്ങളെ പോയ പല്ലുകൾ തിരിച്ചു വരും, പോയ മുടി തിരിച്ച് വരും, നരച്ച മുടി കറുക്കും. പെയിന്റ് അടിച്ചിട്ട് കറുക്കുകയല്ല, നാച്ചുറലായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാ വിധത്തിലും 20 കൊല്ലത്തിന് മുമ്പുള്ളതുപോലെ ആയി കിട്ടും ഈ ചികിത്സ കഴിയുമ്പോഴാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷെ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പുരുഷന്മാരായാൽ ഒരു പെണ്ണ് കെട്ടേണ്ടി വരും. പറഞ്ഞാൽ ഭാര്യയ്ക്ക് പ്രായം കുറയില്ലല്ലോ. അപ്പോ ഒരു കല്യാണം കൂടി കഴിക്കേണ്ടി വരും. കോഴിക്കോട് പിന്നെ അത് വലിയ പ്രശ്നമല്ല, ബാക്കിയുള്ള അടുത്തൊരു പ്രശ്നമാണ്. അപ്പൊ ഏതായാലും അയാൾ പറഞ്ഞു, ഇത് 20 കൊല്ലം മുമ്പുള്ളതുപോലെ ആയാൽ മാത്രം അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ മതിയെന്ന്, അല്ലെങ്കിൽ ഫീസൊന്നും മേടിക്കൂല. ഈ ഫോട്ടോയിൽ സബ്മിറ്റ് ചെയ്ത ആളെ പോലെ ആയാൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ആയാലും നമുക്ക് എന്ത് കൊടുക്കാം? എന്താ 20 കൊല്ലം കുറഞ്ഞു കിട്ടിയാൽ എന്ത് കൊടുക്കും? എത്ര കൊടുക്കും പറ? ഓക്കെ, ഇതിപ്പോ ആക്ച്വലി ഇത് സത്യമാണ് പറയണത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞു ഞാനൊന്നും കൊടുക്കൂല, അത് നുണയാ പറഞ്ഞത്. അയാൾക്കും ആഗ്രഹമുണ്ട് ആയാൽ കൊള്ളാമെന്ന്. പക്ഷേ ആഗ്രഹം ഇല്ലാന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു എന്ത് വേണമെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു കൊല്ലത്തിന് 1 കോടി വേണമെന്ന്. അപ്പൊ എത്രയായി? 20 കോടി വേണമെന്ന്. ഞാൻ പറഞ്ഞു സുഖമാണല്ലോടോ, തനിക്ക് 1-2 പേരെ ഒരു കൊല്ലത്തിൽ ചികിത്സിച്ചാൽ മതി, ബാക്കിയുള്ള സമയം കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാശല്ലേ. അതുകൊണ്ട് പ്രായോഗികമായിട്ട് മാർഗങ്ങളൊന്നും ഇല്ല. അവകാശങ്ങൾ ഒരുപാട് ഏറെയുണ്ട്, പ്രായം കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. 3ാമത്തെ കാരണം, പൊതുവേ സ്ത്രീകൾക്ക് ആർത്തവവിരാമം വരെ ഹാർട്ട് അറ്റാക്ക് കുറവാണ്. മാസക്കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ കൂടി വരും. 65 വയസ്സാവുമ്പോൾ സ്ത്രീകൾക്കായിരിക്കും പുരുഷന്മാരെക്കാൾ കൂടുതൽ ഹാർട്ട് അറ്റാക്ക്. ലോകത്തിലെ മരണങ്ങളിൽ, ഹാർട്ട് അറ്റാക്ക് മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കല്ല, മനസ്സിലായില്ലേ? അതിന് ഞങ്ങൾ കാരണമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കുള്ള ഹോർമോണുകൾക്ക് രക്തക്കൊഴലുകൾ അടയുന്നതിന് തടയാനുള്ള ശക്തിയുണ്ട്. മാസക്കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ലെവൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. ഇതാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2006 സെപ്റ്റംബർ മാസത്തിൽ സ്പെയിനിലെ ബാർസലോണയിൽ
ലോക ഹൃദ്രോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ദി വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയോളജി. 140 രാഷ്ട്രങ്ങളിലായി 36,000 വിദഗ്ധന്മാർ സമ്മേളിച്ചിരുന്നു. വലിയ കോൺഫറൻസാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കോൺഫറൻസാണ്. അവിടെ 2 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞു, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞിരിക്കാൻ കാരണം അവരുടെ ഹോർമോണുകൾ മാത്രമല്ല, അവരുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസവുമാണ്. ഇന്ന് സ്ത്രീ പുരുഷനെ പോലെ സൂട്ടും ബൂട്ടും കോട്ടും ഇട്ട് എയർ കണ്ടീഷൻ റൂമിൽ കാലിന് മുകളിൽ കാലും വെച്ച് സിഗരറ്റും വലിച്ച് പുരുഷനെ ഭരിക്കാൻ തുടങ്ങുന്നു, അന്ന് സ്ത്രീക്കും പുരുഷനെ പോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. വെൻ വിമൻ സ്റ്റാർട്ട് ലിവിംഗ് ലൈക്ക് മെൻ ദേ വിൽ ഡൈ ലൈക്ക് മെൻ. യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നാണ് ആ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞിരിക്കാൻ കാരണം 1 അവരുടെ ഹോർമോൺ, 2 അവരുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസം. ഇതും ഒരു വിധത്തിൽ മാറ്റിയെടുക്കാൻ പറ്റൂലല്ലോ. സ്ത്രീനെ പുരുഷനാക്കാനോ പുരുഷനെ സ്ത്രീയാക്കാനോ പറ്റില്ല ഹാർട്ട് അറ്റാക്ക് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടിട്ട് ഈ 3 കാരണങ്ങളും മാറ്റിയെടുക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത കാരണങ്ങളാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് 2 പുതിയ കാരണങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. 1 ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെന്റും, 2 ബൈപ്പാസ് ഓപ്പറേഷൻ. ഇത് രണ്ടും ഹൃദ്രോഗ ചികിത്സാ രീതികൾ മാത്രമല്ല, ഹൃദ്രോഗത്തിന്റെ കാരണങ്ങളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇത് കേടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അടഞ്ഞാൽ യാതൊരു രക്ഷയില്ല. സ്റ്റെന്റ് ഇട്ടിട്ട് ഇതിനെ കേടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അടഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല, മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബൈപ്പാസ് ചെയ്ത് അവിടെ തുന്നിപ്പിടിപ്പിച്ചു, അവിടെ അത് കേടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. സോ ദീസ് ആർ ഓൾസോ നൗ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ 3 ഇന്ന് പ്രധാനമായിട്ട് 5 കാരണങ്ങളാണ്. 2 ഡോക്ടർമാർ തരുന്ന കാരണങ്ങളാണ്. മനസ്സിലായില്ലേ? മാറ്റിയെടുക്കാവുന്ന കാരണങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുകയിലയുടെ ഉപയോഗമാണ്. മനസ്സിലായില്ലേ? പണ്ട് കാലത്ത് രോഗികൾ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ പറയും, എടോ തനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് സിഗരറ്റ് വലിച്ചതുകൊണ്ടാണ്, ഇനി സിഗരറ്റ് വലിക്കരുത്, വലിച്ചാൽ 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, സാറല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നത്. ഒരിക്കലും സാർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കൂല. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയ ആൾ ഒരു 2-3 മാസം ചെക്കപ്പിനൊക്കെ വരും, പിന്നെ ആളെ കാണൂല. മനസ്സിലായില്ലേ? പിന്നെ ഡോക്ടറെയും പറ്റി മറന്നിട്ടും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ആയിട്ട് ആളെ കൊണ്ടുവരും. അപ്പം ഞങ്ങൾ ചോദിക്കും, അല്ലോടെ നിന്റെ അടുത്തല്ലേ പറഞ്ഞത് സിഗരറ്റ് വലിക്കരുതെന്ന്, നീ സിഗരറ്റ് ഒന്നും കൂടി വലിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്? അപ്പോൾ അയാൾ പറയും, സാറേ ഞാൻ ചികിത്സക്ക് വന്നില്ലെന്നുള്ളത് ശരിയാണ് ചെക്കപ്പിന്, പക്ഷേ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ സിഗരറ്റ് കയ്യിൽ തൊട്ടിട്ട് പോലുമില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇത്രയും വേഗത്തിൽ 2ാമതൊരു ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ അത് വലിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ദിവസം റൗണ്ട്സിന് പോകുമ്പോൾ ചോദിക്കും, ഇയാൾ ദിവസം പറയും ഞാൻ തൊട്ടിട്ടില്ല സാറെന്ന്. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ചോദ്യം അല്പം മാറ്റും, നീ സിഗരറ്റ് വലിച്ചിട്ടില്ലല്ലേ എന്ന്. ഇല്ല സാർ. നീ പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും ഞാൻ പൊടി വലിച്ചെന്ന്. എന്തോ പൊടി വലിച്ച്? അയാളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ അയാൾക്ക് സിഗരറ്റ് വലിക്കരുതെന്ന്, അയാൾ അതുപോലെ സിഗരറ്റ് തൊട്ടിട്ട് പോലുമില്ല, പക്ഷെ പൊടി വലിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പഠിക്കുന്ന പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത് സാഹിബിന്റെ നാട്ടിലാണ്, വിദേശത്താ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമാണ്. സാഹിബിന്റെ നാട്ടിൽ ഈ പുകയിലൊക്കെ ആകെ 2 ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ, സിഗരറ്റ്സ് ആൻഡ് സിഗാർസ്. സാഹിബിന് വേറൊരു ഉപയോഗമില്ല. നമ്മുടെ നാട് എങ്ങനെയാണോ? നമ്മുടെ നാട്ടിൽ പുകയിലൊക്കെ 100,000 ഉപയോഗമല്ലേ. പുകയില വായിലിടാ, പുകയില ചവക്ക, പുകയില തിന്ന, പുകയില മുറുക്കിന്റെ കൂടെ ഉപയോഗിക്കുക, പുകയില പൊടിയായിട്ട് മൂക്കി കൂടി വലിക്കാം, പിന്നെ ബീഡി, സിഗരറ്റ്, ചുരുട്ട്, എന്തൊക്കെയാ ധാരാളം. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പുതിയ സാധനങ്ങൾ ഗുഡ്ക, ഗഡ്ക, പാൻ പറാഗ്, ഇതിലെല്ലാത്തിലും പുകയിലയുടെ അംശമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സിഗരറ്റ് വലിക്കണ്ടെന്ന് പറഞ്ഞാൽ ബീഡി വലിക്കും, ബീഡി വലിക്കണ്ടെന്ന് പറഞ്ഞാൽ പൊടി വലിക്കും, പൊടി വലിക്കണ്ടെന്ന് പറഞ്ഞാൽ പുകയില തിന്നും. മനസ്സിലായല്ലേ? അപ്പം അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രോഗികളുടെ അടുത്ത് പറയേണ്ടത് ടൊബാക്കോ ഇൻ എനി ഫോം ത്രൂ എനി ഓറിഫിസ് ഈസ് ഫോർബിഡൻ എന്നാണ്. സിഗരറ്റ് ഏത് രൂപത്തിലും അല്ല, പുകയില ഏത് രൂപത്തിലും ഏത് ഓട്ടക്കൂടിയും പാടില്ല എന്ന്. ഇല്ലെങ്കിൽ മൂക്കിക്കൂടി പാടില്ലെന്ന് പറഞ്ഞാൽ വായിക്കൂടി തിന്നും, വായിക്കൂടി പാടില്ലെന്ന് മൂക്കിക്കൂടി വലിക്കും.
മനസ്സിലായില്ലേ? നമ്മളെ നാട് എങ്ങനെയാ? മനസ്സിലായില്ലേ? നിങ്ങൾ പുക വലിച്ചു കഴിഞ്ഞാൽ ആ അകത്തോട്ട് പോകുന്ന പുകയിൽ 3000-ഓളം കെമിക്കൽസ് ഉണ്ടെന്നാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഓരോ കെമിക്കലിന്റെയും ആക്ഷന് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് പുക വലിച്ചാൽ പ്രധാനമായിട്ടും 2 തരം രോഗങ്ങളാണ് ഉണ്ടാകുക. ഒന്ന് വായിന്റെയും ലങ്സിന്റെയും ക്യാൻസർ, പിന്നൊന്ന് ഹാർട്ടിന്റെ രോഗം. പ്രധാനമായിട്ടും വേറെ ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ ക്യാൻസർ രോഗമുണ്ടാവുന്നത് അതിലുള്ള കാർസിനോജനും അതിലുള്ള ടാറും ഹൈഡ്രോ കാർബൺസും കൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഹാർട്ടിന്റെ രോഗം ഉണ്ടാവുന്നത് അതിലുള്ള നിക്കോട്ടിൻ കൊണ്ടിട്ടാണ്. രണ്ടും വ്യത്യസ്തമായ കാരണങ്ങളാണ്. നിങ്ങൾ പുകയില ചവച്ചാലും പുകയില തിന്നാലും പൊടി വലിച്ചാലും സിഗരറ്റ് വലിച്ചാലും ബീഡി വലിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ നിക്കോട്ടിൻ കടന്നുകൂടും. മനസ്സിലായല്ലേ? അതുകൊണ്ട് പുകയില ഒരു രൂപത്തിലും പാടില്ല എന്നുള്ളതാണ്. ചിലർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇപ്പോൾ പുതിയ സാധനം കിട്ടും, ഈ ടൊബാക്കോന്റെ എസൻസ് പോലത്തെ സാധനം ടാബ്ലറ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇത് ആക്രാന്തി കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുക വലിക്കുന്നതിന് പകരം ഇത് ചവച്ചോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഹാർട്ടിന്റെ രോഗത്തിന് യാതൊരു ഗുണവും ഇല്ല. ലങ്സിന്റെ രോഗം കുറഞ്ഞു കിട്ടും, ലങ്സിന്റെ ക്യാൻസർ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ടൊബാക്കോ ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ എന്നാണ്. മനസ്സിലായില്ലേ? സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാത്രം വലിക്കാതിരുന്നാൽ പോരാ, നിങ്ങളുടെ അടുത്തുള്ള ആളുകളും വലിക്കാതിരിക്കണം. പാസീവ് സ്മോക്കിംഗ് ഈസ് ഈക്വലി ഡേഞ്ചറസ് എന്നാണ്. മനസ്സിലായല്ലേ? നിങ്ങൾ വലിച്ചാലല്ല, ബാക്കിയുള്ളവർ വലിച്ച ആ പുക കിട്ടിയാൽ പോലും നിങ്ങൾക്ക് കൂടുതൽ ദോഷമുണ്ടാവുന്നതാണ്. 4 പേരോ ടേബിളിന്റെ ചുറ്റും ഇരിക്കാന്ന് വെച്ചോളൂ. അതിൽ 3 പേര് പുക വലിക്കുന്നുണ്ട്, ഒരാൾ പുക വലിക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് രക്തം പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 4 പേരുടെ രക്തത്തിൽ ഒരുപോലെയാണ് നിക്കോട്ടിൻ. ഇതിന് കാരണമുണ്ട്. നിങ്ങൾ പുക വലിക്കുകയാണെങ്കിൽ അകത്തോട്ട് പോകുന്ന പുകയിലുള്ള നിക്കോട്ടിനേക്കാൾ ഒരുപാട് കൂടുതൽ നിക്കോട്ടിനാണ് ഈ സൈഡിൽ കൂടെ പുറത്തോട്ട് വരുന്ന പുകയിൽ. The side stream of the smoke has got far greater concentration of nicotine than the central stream that goes inside. അതുകൊണ്ട് ഈ പുറത്തോട്ട് വരുന്ന പുക അല്പം ശ്വസിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് നിക്കോട്ടിൻ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയാൽ അവിടെ ബോർഡ് കണ്ടിട്ടുണ്ടാവും, പുകവലി നിരോധിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ പുകവലി പാടില്ല. ആ സ്ലൈഡ് വരുമ്പോൾ തന്നെ അതിന്റെ മുമ്പിലുണ്ടാവും 10-25 പേര് ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നത്. നമ്മുടെ നാടെങ്ങനെയാ? ഇവിടെ പാർക്കിംഗ് പാടില്ല എന്ന് എഴുതി വെച്ച് അവിടെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലെങ്ങനെയാ? ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എക്സിറ്റും എൻട്രിയും എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തോട്ട് വരുന്നത് എൻട്രിന്ന് എഴുതി വെച്ചതിലാ. എക്സിറ്റിന് എഴുതി വെച്ചതിൽ കൂടെ ആരും വരുന്നില്ല പുറത്തോട്ട്. നമ്മുടെ നാടെങ്ങനെയാ? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിങ്ങൾ ദൂരം നിന്നിട്ടൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ ആളുകൾ ആ റെയിൽവേ സ്റ്റേഷന്റെ ഇതിന്ന് പുറത്തോട്ട് വരുന്നത് ഏത് വഴിയാണ്? അകത്തോട്ട് കയറേണ്ട വഴി കൂടിയാണ് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വരുന്നത്. 1 സെക്കൻഡ് 2 സെക്കൻഡ് വ്യത്യാസം ഉണ്ടാവുള്ളൂ മറ്റേത് കൂടി പുറത്തോട്ട് വന്നാൽ. പക്ഷെ എന്നാലും വരില്ല, അതിൽ കൂടി തന്നെ വരും. നമ്മളെ നാടെങ്ങനെയാണ്? മനസ്സിലായല്ലേ? അതുകൊണ്ട് പല രാജ്യങ്ങളിലും ഇന്ന് പബ്ലിക് സ്ഥലങ്ങളിൽ പുകയില നിരോധിച്ചിരിക്കുന്നു, പുകയിലയുടെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇത് അടുത്ത കാലത്ത് ഗുഡ്ക ഗുഡ്കാന്റെ സെയിലൊക്കെ നിരോധിച്ചല്ലോ. കേരളത്തിൽ പാൻ പരാഗന്റെ സെയിലൊക്കെ നിരോധിച്ചു. പക്ഷെ എന്നാലും നമ്മളെ എല്ലാ മുറുക്കാങ്കടയിൽ ഇപ്പോഴും കിട്ടും, കിട്ടാതെ ഒന്നുമില്ല നിരോധിച്ചിട്ടുണ്ടെങ്കിൽ. അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു മാസത്തിന് മുമ്പ് ഷാറൂഖ് ഖാനിന് ബോംബെയിലുള്ളൊരു ജഡ്ജ് 100 രൂപ ഫൈൻ ചെയ്ത് കളഞ്ഞു. എന്തിന്? സിനിമയിൽ പുകവലിച്ചതിന് 100 രൂപ. എന്താ അയാൾ ആ 100 രൂപ വെച്ചിട്ട് സിഗരറ്റ് കത്തിക്കും നാളെ. ജഡ്ജി ഇത്തിരിയെങ്കിലും ഒരു വിവേകം ഉപയോഗിക്കണ്ടേ? മിനിമം 1,00,000 രൂപയെങ്കിലും അയാൾക്ക് ഫൈൻ ചെയ്യണമായിരുന്നു. അല്ലാതെ ഈ 100 രൂപ ഒക്കെ ഫൈൻ ചെയ്ത് ഇല്ലെങ്കിൽ അയാളെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതിയായിരുന്നു. ഫൈൻ അടിക്കണമെങ്കിൽ ഒരു ശരിക്കുള്ള ഒരു തുക ഫൈൻ അടിക്കണമായിരുന്നു. അതാണ് ജഡ്ജ് പോലും നമ്മുടെ നാട്ടിൽ വേണ്ടതുപോലെ ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് ജഡ്ജിമാരെ പറ്റി ഒരാളിവിടെ അന്ന് പ്രസംഗിച്ചല്ലോ കുറച്ച് നാൾക്ക് മുമ്പ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഹോങ്കോങ് സീപോർട്ടിൽ സിഗരറ്റ് വലിച്ചാൽ
$5,000 ഫൈൻ. അപ്പ് ഓൺ ദ സ്പോട്ട്. കഴിഞ്ഞാൽ ആ ഒരു ഫൈൻ കിട്ടുമ്പോൾ ഒന്നും ഒരു ആലോചിക്കും ആള്, പിന്നെ വലിക്കൂല. അവിടെ $5,000 ഫൈൻ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വലിക്കൂല ആള്. 100 രൂപ ഫൈൻ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും വലിക്കും. 100 രൂപ കൊടുത്താൽ മതിയല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ നമ്മൾ വേണ്ടത്ര ആലോചിക്കുന്നില്ല അതിനെപ്പറ്റി. അതുകൊണ്ടിട്ട് എത്ര പ്രയോജനം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനുകൊണ്ടിട്ട് എത്ര ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അത് മാറേണ്ട സമയമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊന്ന്. രണ്ടാമത്, അതുകൊണ്ട് പബ്ലിക് സ്ഥലത്ത് ആരും വലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ സിഗരറ്റും ബീഡിയൊക്കെ വലിക്കും. പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. പുരുഷൻ വലിക്കണയാണെങ്കിൽ മറ്റവന്റെ മുഖത്തോട്ട് പുക വിട്ടിട്ടാണ് വലിക്കുക. ഇങ്ങനെ അടുത്തുള്ളവന്റെ മുഖത്തോട്ടാണ് പുക വിടുക. സ്ത്രീകളാണെങ്കിൽ ഒളിച്ചിരുന്നാ വലിക്കുക. ഇങ്ങനെ സ്ത്രീകള് പബ്ലിക്കില് നമ്മളെ നാട്ടിൽ. അപ്പൊ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പാരീസിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീ 15 വയസ്സുള്ള പെണ്ണിങ്ങനെ റോഡ് സൈഡിൽ വലിച്ച് ഫൂന്ന് സിഗരറ്റും വിട്ടുകൊണ്ട് പോകുന്നത് കാണാം. അത് പക്ഷെ നമ്മുടെ നാട്ടില് പൊതുവെ അതുകൊണ്ട് എന്താ, നമ്മൾ ആരും അറിയില്ല സ്ത്രീകൾ വലിക്കുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്ത്രീനെ കൊണ്ടുവരും. 1 മാസം 1.5 മാസമായി ചുമ മാറുന്നില്ല. 2-3 ആന്റിബയോട്ടിക് കോഴ്സ് എടുത്തിട്ടും മാറുന്നില്ല. അപ്പൊ ഞാൻ അവസാനം ചോദിക്കും ആ സ്ത്രീൻ്റെ അടുത്ത്, അല്ല നിങ്ങൾ സിഗരറ്റ് എന്തെങ്കിലും വലിക്കണ്ടോ എന്ന്. അപ്പൊ അവരൊന്നും മിണ്ടൂല. ഭർത്താവ് ചാടി പറയേ അവള് വലിക്കാറൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറയും, നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളൊന്ന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ പുറത്തു വിട്ടാക്കി വാലെടുക്കും. അപ്പൊ ഭാര്യ പറയും, ഞാനൊരു പാക്കറ്റ് വലിക്കും, അയാൾ കണ്ടിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളും വലിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സ്ത്രീകളടുത്ത് ചോദിക്കാതിരിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ സിഗരറ്റ് വലിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ്, സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നെങ്കിൽ വേറൊരു അപകടം കൂടി ഇരിക്കുന്നുണ്ട്. ഒരു 35 വയസ്സുള്ള സ്ത്രീ ഉണ്ടെന്ന് വെച്ചോളൂ. ആ സ്ത്രീക്കൊരു 6 മാസമായ കുട്ടിയുണ്ടെന്ന് വെച്ചോളൂ. അവർ നല്ലോണം സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അവരെങ്ങനെയാണ് സിഗരറ്റ് വലിക്കുക? കുട്ടീനെ ബെഡിലങ്ങോട്ട് കിടത്തും, ബെഡ്റൂമിൽ അവരടുത്തിരിക്കും, സിഗരറ്റ് വലിക്കും. അവരാ കുട്ടിക്ക് എന്താണ് സമ്മാനം കൊടുത്തിരിക്കുക എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. 5 വയസ്സാവുമ്പോൾ ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുത്തിരിക്കുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് ഇല്ലെങ്കിൽ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യതയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആ കുട്ടി 105 പാക്കറ്റ് സിഗരറ്റ് വലിച്ചാൽ ഒരാൾക്ക് എത്ര നിക്കോട്ടിൻ കിട്ടും, അത്ര നിക്കോട്ടിൻ ആ കുട്ടിക്ക് 5 വയസ്സുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു കുറ്റവും ചെയ്യാതെ, ഒന്നും അറിയാതെ ആ കുട്ടിക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ ഇല്ലെങ്കിൽ ഒരു ക്യാൻസറോ വരാനുള്ള സാധ്യതയാണ് എൻ്റെ അമ്മ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വലിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരാരും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് വലിക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളൊരു ഉപദ്രവം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ്. പുകയിലയുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്കിന് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് ഗവേഷണങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഗവേഷണം നടന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സുന്ദരമായ രാജ്യമാണ്. അവിടെ 2 വലിയ പട്ടണങ്ങളുണ്ട്, 2 വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. അറിയോ ഏതാണെന്ന്? ഈ 2 യൂണിവേഴ്സിറ്റികളും ഈ 2 പട്ടണങ്ങളും ഏതാ? സ്കോട്ട്ലൻഡ് കണ്ടിട്ടില്ല അല്ലേ? യെസ്, അത് ആരാ? വെരി ഗുഡ്. പിന്നെ വേറെ ഏതാ? യു ആർ റൈറ്റ്. വൺ ഈസ് ഗ്ലാസ്ഗോ, വൺ ഈസ് എഡിൻബറോ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി MRCPയും FRCSും എടുക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകളും എടുത്ത് വന്നുകൊണ്ടിരുന്നത് എഡിൻബറോന്നും ഗ്ലാസ്ഗോ എന്നുമാണ്. ഈ 2 പട്ടണങ്ങളും 2 യൂണിവേഴ്സിറ്റികളും അടങ്ങിയ ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ്. വലിയ ഏരിയ ഉണ്ട്, പക്ഷെ ആകെ അതിൽ 60 ലക്ഷം ആളുകളേ ഉള്ളൂ മൊത്തം പോപ്പുലേഷൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങനെയാ? നമ്മുടെ ബോംബെ പട്ടണത്തിന്റെ 1/3 സ്കോട്ട്ലൻഡിന്റെ പോപ്പുലേഷൻ. അപ്പം അതുകൊണ്ട് എന്താ, അവിടെ ഗവേഷണം നടത്താൻ വളരെ എളുപ്പമാണ്, കുറച്ചാളല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ 20 കൊല്ലം നീണ്ടു നിന്നൊരു ഗവേഷണം നടന്നു, 1975 to 94 വരെ. എന്ന് പറഞ്ഞാൽ അവർക്ക് 75-ൽ ഇത്ര പേര് ഹൃദ്രോഗം മൂലം മരണമടഞ്ഞു എന്നുള്ള ഒരു കണക്കുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് 94 ആകുമ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ
എത്ര പേര് മരണമടയും എന്നുള്ളൊരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര പേര് മരണമടയും എന്നുള്ളൊരു കണക്ക് അവർക്കുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി നോക്കിയപ്പോൾ 30% മരണങ്ങൾ അവർ വിചാരിച്ചതിനേക്കാൾ കുറഞ്ഞിട്ടാണ് കണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പം അടുത്ത 4 കൊല്ലം കുറയാനുള്ള കാരണങ്ങൾ എന്താ എന്നുള്ള ഗവേഷണമാണ് നടത്തിയത്. അതിന്റെ ഫലം 1998 അവർ പബ്ലിഷ് ചെയ്തു. അതിൽ അവർ കണ്ടുപിടിച്ചു ഹാർട്ട് അറ്റാക്കിന്റെ പുതിയ ചികിത്സാ രീതികളെ കൊണ്ട് കുറച്ചലിന് 11% കോൺട്രിബ്യൂഷൻ ഉണ്ടായി. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു 9% കുറഞ്ഞു. പ്രഷർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു 7% കുറഞ്ഞു. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു 6% കുറഞ്ഞു. ദിവസവും ഒരു ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് 1% കുറച്ചിലുണ്ടായി. ആൻജിയോപ്ലാസ്റ്റി കൊണ്ടിട്ട് 1% കുറച്ചിലുണ്ടായി. ബൈപ്പാസ് ഓപ്പറേഷൻ കൊണ്ടിട്ട് 2% കുറഞ്ഞു. പുകയിലയുടെ ഉപയോഗം നിർത്തിയത് കൊണ്ടിട്ട് 36% കുറഞ്ഞു. അതായത് പുകയിലയുടെ ഉപയോഗം നിർത്തുന്നത് ബൈപ്പാസ് ഓപ്പറേഷനേക്കാൾ 18 ഇരട്ടി ഫലപ്രദമാണ് എന്നാണ് ആ ഗവേഷണം കാണിച്ചത്. അപ്പം അതുകൊണ്ട് പുകയിലയുടെ ഉപയോഗം ഒരു വിധത്തിലും പാടില്ല. ഞാൻ കുറച്ചോളാം, ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പൂർണ്ണമായിട്ട് നിർത്തിയേ പറ്റുള്ളൂ. അല്ലാതെ പുകയിലയും ഉപയോഗിച്ച് പുകയും വലിച്ച് ഹൃദ്രോഗം ചികിത്സിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിർത്തിയേ പറ്റുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട കാരണമാണ് രക്തത്തിലുള്ള കൊഴുപ്പ്, ഡിസ്ലൈപ്പിഡീമിയ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായാൽ. മനസ്സിലായില്ലേ? നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങളുടെ നാട്ടിൻപുറത്തൊരു നെഞ്ഞുവേദനയായിട്ട് വലിയ പ്രഗത്ഭനായ ഒരു 10-50 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ പറയും, നീ ഒന്ന് പോയിട്ട് ഒരു കൊളസ്ട്രോൾ നോക്കിയിട്ട് വാങ്ങും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ലാബിൽ പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ റിസൾട്ട് കണ്ട് നോക്കും. കൊളസ്ട്രോൾ 237, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 150 250 വരെ നോർമൽ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമായി. 250 താഴെയല്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ആ വയസ്സൻ ഡോക്ടറെ പോയി കൊണ്ട് കാണിച്ചു. അയാളും പറയും, തർക്കമില്ലല്ലോ, 250 താഴെ, കുഴപ്പമൊന്നുമില്ല, പോയിക്കോന്ന്. മനസ്സിലായില്ലേ? അദ്ദേഹം 50 കൊല്ലത്തിന് മുമ്പ് MBBS പഠിച്ചതിന് ശേഷം വേറൊരു പുസ്തകം വായിച്ചിട്ടില്ല, വേറൊരു തുണ്ട് കടലാസ് പോലും അയാൾക്ക് വായിച്ചില്ല. എങ്ങനെ വായിക്കും? നിങ്ങളയാൾക്ക് ഉറങ്ങാൻ പോലും സമയം കൊടുക്കാറില്ല. രാത്രി 2 മണി വരെ പ്രാക്ടീസാ. ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല അയാൾ. പിന്നെ അയാൾ വായിക്കുന്ന എവിടുന്ന? വായിക്കാനോ പിന്നീട് പഠിക്കാനോ അയാൾക്ക് ഒരു അവസരവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 50 കൊല്ലത്തിന് മുമ്പ് എന്തായിരുന്നു അദ്ദേഹം പഠിച്ചത്, അതും ഇപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 237 ചിലപ്പോൾ ഭയങ്കര അപകടകാരിയാകാം, ചിലപ്പോൾ ഒരു കുഴപ്പമില്ല അതും ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് പഠിക്കുക 50 കൊല്ലത്തിന് മുമ്പ് ആകെ കൊളസ്ട്രോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കൊളസ്ട്രോളിൽ 4-5 ഘടകങ്ങളുണ്ട്. ഇതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 237 ചീത്ത കൂടിയിട്ട് നല്ലത് കുറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര അപകടമാണ്. ഈ 237 ചീത്ത കുറഞ്ഞിട്ട് നല്ലത് കൂടിയിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ചുമ്മാ ഒരു കൊളസ്ട്രോൾ മാത്രം നോക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കൊളസ്ട്രോളിന്റെ എല്ലാ ഘടകങ്ങളെയും നോക്കണം. ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, അഗ്ലി കൊളസ്ട്രോൾ, ഡെഡ്ലി കൊളസ്ട്രോൾ, സൂഡോ കൊളസ്ട്രോൾ. കുറേ ആയില്ലേ? അറ്റ്ലീസ്റ്റ് ഇത് രണ്ടെങ്കിലും നോക്കണം, നല്ലതും ചീത്തയും. HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളാണ്. ഇത് രണ്ടെങ്കിലും നോക്കണം. നോക്കാതെ ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ചീത്ത കൊളസ്ട്രോൾ നോക്കിയാൽ മാത്രം പോരാ, അതിന്റെ ലെവൽ എത്ര വേണമെന്നും അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ MBBS പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചത് ചീത്ത കൊളസ്ട്രോൾ LDL 180 മുകളിലുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ മതി എന്നാണ്. കഴിഞ്ഞൊരു 15 കൊല്ലത്തിന്റെ ഇപ്പുറം പറഞ്ഞു അത് പോരാ, 150 മുകളിലാണ് ചികിത്സിക്കണം. കഴിഞ്ഞൊരു 10 കൊല്ലത്തിന്റെ ഇപ്പുറം പറഞ്ഞു പോരാ, 130 മുകളിൽ ചികിത്സിക്കണം. ഒരു 8 കൊല്ലത്തിന്റെ ഇപ്പുറം പറഞ്ഞു പോരാ, 100 മുകളിലുണ്ടെങ്കിൽ ചികിത്സിക്കണം. ഇപ്പോഴത്തെ അറിവനുസരിച്ച് 70 മുകളിലുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ LDL കൊളസ്ട്രോൾ 70 താഴെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, 4 ദിവസം കഴിഞ്ഞപ്പോൾ പോയി അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കൊളസ്ട്രോളൊക്കെ ചെയ്തു,
നിങ്ങൾ ആ പ്രഗത്ഭനായ വയസ്സൻ ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചു, അയാൾ പറയും അയ്യോ കൊളസ്ട്രോൾ കുറഞ്ഞു പോയി, എല്ലാം നിർത്തിക്കളയാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ 150 വേണം, 70 വളരെ കുറവാണല്ലോ. അപ്പൊ അയാൾ പറഞ്ഞാളി നിർത്തിക്കള മരുന്നെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അപകടമാണ്. 2-3 കാരണമുണ്ട്. ഒന്ന്, LDL കൊളസ്ട്രോളിന്റെ ഈ മരുന്ന് നിർത്തിയാൽ അന്ന് മുതൽ അത് കൂടാൻ തുടങ്ങും, മനസ്സിലായല്ലേ. 2, ഈ സ്റ്റാറ്റിൻ എന്ന ഗുളിക കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി മാത്രമല്ല കൊടുക്കുന്നത്, അതിന് ഹാർട്ട് അറ്റാക്ക് തടയാനുള്ള ഒരു ശക്തിയും കൂടിയുണ്ട്. ഇറ്റ് പ്രിവെന്റ്സ് ഹാർട്ട് അറ്റാക്ക്, ഇറ്റ് സ്റ്റെബിലൈസസ് ദ പ്ലാക്ക്. അതുകൊണ്ട് നിങ്ങളെ കൊളസ്ട്രോൾ വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ ഡോസ് സ്റ്റാറ്റിൻ ഞങ്ങൾ നിങ്ങൾക്ക് തരും, പൂർണ്ണമായിട്ട് നിർത്തൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ ഡോക്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, സാറേ ഇതിനെ പറ്റി നോക്കാൻ വേറെ ആളുണ്ട്, അത് ഞാൻ അവിടെ നിങ്ങൾ എഴുതി തന്നോളൂ, ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം. അല്ലാതെ അയാൾ പറഞ്ഞതനുസരിച്ചാൽ അപകടം ഉണ്ടാവും. 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അടിച്ചെന്ന് വരാം, മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ട് ആളുകൾ പറയുന്നത് ഡോസ് കൂടുതലാണ്, നിങ്ങൾ ഭയങ്കര കുറഞ്ഞു പോയി എന്നൊക്കെ. അത് കരുതിക്കൂട്ടി ചെയ്തിരിക്കണതാണ്, അല്ലാതെ തെറ്റായിട്ട് തെറ്റിപ്പോയി ആയിപ്പോയതല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ അറിവനുസരിച്ചിട്ട് അത് 70ന്റെ താഴെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ്. കൊളസ്ട്രോളിന് തകരാറുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിയന്ത്രണം. 1, തൂക്കം കുറക്കാനുള്ള ഭക്ഷണം. 2, ഭക്ഷണത്തിൽ എത്ര കൊഴുപ്പ് കുറക്കാൻ പറ്റും അത്രയും കുറക്കുക. ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക, മനസ്സിലായല്ലേ. പുകവലി ഉണ്ടെങ്കിൽ നിർത്തുക, മദ്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക, പിന്നെ അതിനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാരണമാണ് പ്രഷർ രോഗം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, മനസ്സിലായല്ലേ. ഒരാൾക്ക് പ്രഷർ കൂടിയെന്ന് എങ്ങനെയാ അറിയാ? ഒരാൾക്ക് പ്രഷർ കൂടിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയും? ദേഷ്യം പിടിക്കും. എങ്ങനെ അറിയും ഒരാൾക്ക് പ്രഷർ കൂടിയിട്ടുണ്ടെന്ന്? ദേഷ്യം കൂടുതൽ വരും. എങ്ങനെ അറിയും പ്രഷർ കൂടിയിട്ടുണ്ടെന്ന്? എങ്ങനെ അറിയും? ക്ഷീണം തലകറക്കം. ഞങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കണേന്ന് അറിയോ? ഹൈപ്പർ ടെൻഷൻ ഈസ് എ സൈലന്റ് കില്ലർ. എന്തോ? ഹൈപ്പർ ടെൻഷൻ ഈസ് എ സൈലന്റ് കില്ലർ. അതിന്റെ അർത്ഥം എന്താ? നിശബ്ദ കൊലയാളി. അതിന്റെ അർത്ഥം നിശബ്ദ കൊലയാളി. അതുകൊണ്ട് ഭൂരിപക്ഷ ആളുകളിലും ഈ പ്രഷർ രോഗത്തിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ആർക്കെങ്കിലും അല്പം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചില ഈ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ ഭൂരിപക്ഷ ആളുകൾക്കും ലക്ഷണങ്ങളൊന്നുമില്ല. ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതൊക്കെ പലപ്പോഴും വളരെ ലേറ്റായിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് കൊണ്ടിട്ട്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പ്രഷർ കൂടുകയാണെങ്കിൽ സാധാരണ ഉണ്ടാവുന്ന രോഗത്തിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ പോലും 50% ആളുകൾക്ക് ഈ രോഗമുണ്ടെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ അടുത്ത കാലം വരെ 13% ആളുകൾക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും 30% ആളുകൾക്ക് മാത്രമേ, 70% ആളുകൾക്കും അറിയില്ല ഈ രോഗമുണ്ടെന്ന്. അതുകൊണ്ട് ഈ രോഗമുണ്ടെന്ന് അറിയണമെങ്കിൽ ചെറുപ്പം മുതൽ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ചെക്ക് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രോഗലക്ഷണങ്ങൾ വരുന്നവരെ കാത്തിരുന്നു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് വേണ്ടത്ര ഡാമേജ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ സിസ്റ്റത്തിൽ പ്രഷർ കൂടിയാൽ നിങ്ങളുടെ പമ്പും പൈപ്പും ഫിൽറ്ററും കേടാവും. നിങ്ങളുടെ ഹൃദയം എന്നത് പമ്പാണ്, രക്തക്കുഴലുകൾ പൈപ്പാണ്, കിഡ്നി ഫിൽറ്ററാണ്. പ്രഷർ കൂടിയാൽ ഇത് 3ഉം കേടാവും. കേടായതിനു ശേഷം പ്രഷർ കൺട്രോൾ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കേടാവുന്നതിന് മുമ്പ് വേണം പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട്. പ്രഷർ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, ഉപ്പ് കുറക്കുക, ഭക്ഷണം കുറക്കുക, തൂക്കം കുറക്കുക, കൊഴുപ്പ് കുറക്കുക, പിന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പുകവലി ഉണ്ടെങ്കിൽ നിർത്തുക, മദ്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് എത്ര നാൾ കഴിക്കണം? എത്ര നാൾ മരുന്ന് കഴിക്കണം? കറക്റ്റ്. ഹാർട്ടിന്റെ രോഗം, പ്രഷർ രോഗം, പഞ്ചസാര രോഗം, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്.
ഇതിനെ ഒന്നിനെയും മാറ്റിയെടുക്കാനുള്ള ചികിത്സാ രീതികൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കൺട്രോൾ ചെയ്യാനുള്ള ചികിത്സാ രീതികൾ മാത്രമേ ഉള്ളൂ. കൺട്രോൾ എത്ര നാള്? നിങ്ങൾ എത്ര ദിവസം മരുന്ന് കഴിക്കുന്നു അത്ര ദിവസം, എത്ര ദിവസം ചികിത്സ എടുക്കുന്നു അത്ര ദിവസം. ചികിത്സ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു വരുന്ന രോഗമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിന്റെ ചികിത്സ മരണം വരെയാണ്. പക്ഷെ ചില രോഗികളിൽ ഈ രോഗം, പ്രഷർ രോഗം, ചില കാരണങ്ങളെ കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്. ഒന്ന് കിഡ്നിയിലുള്ള തകരാറ്, കിഡ്നിയിലുള്ള ട്യൂമർ, ഇല്ലെങ്കിൽ സുപ്രാറീനൽ ട്യൂമർ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ആ കാരണങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ, കാരണങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഷർ നോർമലായെന്ന് വരാം, മരുന്ന് നിർത്താൻ സാധിച്ചെന്ന് വരാം. പക്ഷെ ഭൂരിപക്ഷ ആളുകളിലും നിർത്താൻ സാധിക്കൂല. ഇത് മരുന്ന് ചികിത്സയും കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അടുത്ത പ്രധാനപ്പെട്ട രോഗമാണ് ഡയബറ്റിസ്, പഞ്ചസാര രോഗം. ഡയബറ്റിസ് ഉണ്ടെന്ന് എങ്ങനെയാ അറിയാ? ഡയബറ്റിസ് ഒരാൾക്കുണ്ടെന്ന് എങ്ങനെ അറിയും? ഓ, എങ്ങനെ? ക്ഷീണം ഉണ്ടാവും, ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. വെരി ഗുഡ്, ശരിയാ. ഭൂരിപക്ഷ ആളുകളുടെയും പഞ്ചസാര രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് അവരതിന്റെ രോഗലക്ഷണങ്ങളുമായി ഡോക്ടറെ അടുത്ത് പോയിട്ടല്ല. ഒരാള് എവിടെയെങ്കിലും ഒരു ചെക്കപ്പിന് പോയി പഞ്ചസാര ഒന്ന് ചെക്ക് ചെയ്തു, മെഡിക്കൽ ക്യാമ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. അപ്പോൾ ആ ഡോക്ടർ പറയണത്, ഇതാ നിങ്ങൾക്ക് പഞ്ചസാര രോഗമുണ്ട് കേട്ടോ എന്ന്. അയാൾക്കൊന്നും അറിഞ്ഞിരുന്നില്ല. ഇല്ലെങ്കിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, അന്നായിരിക്കും ആദ്യമായിട്ട് അയാൾക്ക് പഞ്ചസാര രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്. ഒരാൾക്ക് സ്ട്രോക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു, ഒരാൾക്ക് TB ആയിട്ട് അഡ്മിറ്റ് ചെയ്തു, ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പായിട്ട് അഡ്മിറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരാൾക്ക് ലങ് ഇൻഫെക്ഷൻ ആയിട്ട്, ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോഴായിരിക്കും ആദ്യമായിട്ട് ഡോക്ടർ പരിശോധിച്ച് പറയുന്നത് നിങ്ങൾക്ക് പഞ്ചസാര രോഗം ഉണ്ടെന്ന്. പക്ഷേ പഞ്ചസാര രോഗം വളരെ സ്പീഡിൽ പിടിപെടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഒന്ന്, കൂടുതൽ ദാഹം, കൂടുതൽ വെള്ളം കുടിക്കും, കൂടുതൽ മൂത്രമൊഴിക്കും, കൂടുതൽ വിശപ്പുണ്ടാവും, കൂടുതൽ ഭക്ഷണം കഴിക്കും, കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടും ആൾ ക്ഷീണിക്കും. സാധാരണ കൂടുതൽ ഭക്ഷണം കഴിച്ച ആൾ വണ്ണം വെക്കുകയല്ലേ, ഇതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടും ക്ഷീണിച്ചെന്ന് വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാവും, മുറിവുണ്ടായാൽ ഉണങ്ങൂല, അവിടെ ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് എടുത്താലും വേഗത്തിൽ മാറിക്കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ ഭൂരിപക്ഷ ആളുകളിലും രോഗലക്ഷണമായിട്ട് പോയിട്ടല്ല ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്, അല്ലാതെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുക. പഞ്ചസാര രോഗം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാരണങ്ങളെ പോലെയല്ല. ബാക്കിയുള്ള കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകൾ അവിടെ ഇവിടെയൊക്കെ അല്പം അടയുള്ളൂ. പഞ്ചസാര രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രക്തക്കുഴലുകളും അടയും. ഡിഫ്യൂസ് വാസ്കുലർ ഡിസീസ്, നിങ്ങളുടെ തലച്ചോറിലോട്ട് പോകുന്ന അടയും, കണ്ണിലോട്ട് പോകുന്നത് അടയും, ഹൃദയത്തിലോട്ട് പോകുന്നത് അടയും, കാലിലോട്ട് പോകുന്നത് അടയും, കിഡ്നിയിലോട്ട് പോകുന്നത് അടയും. ഡിഫ്യൂസ് വാസ്കുലർ ഡിസീസ്. നിങ്ങൾക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഹാർട്ടിനത് ബാധിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഡയബറ്റീസ് ഉള്ള ആൾക്ക് എല്ലാ രക്തക്കുഴലുകളും ഹൃദയത്തിലോട്ട് പോകുന്ന അടഞ്ഞതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ കൂടുതൽ ഭാഗം കേടാവും, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, കൂടുതൽ മരണങ്ങളുണ്ടാവും. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സക്സസ് റേറ്റ് കുറയും. അതുകൊണ്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ കൃത്യമായിട്ടുള്ള ചികിത്സ എടുത്തേ പറ്റുള്ളൂ. ചികിത്സ എത്ര നാള്? മരണം വരെ. പ്രഷർ പോലെ തന്നെ. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, ഭക്ഷണത്തിന്റെ അളവ് കുറക്കുക, കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ കുറക്കുക, തൂക്കം കുറക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പുകവലിക്കുന്നുണ്ടെങ്കിൽ നിർത്തുക, മദ്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക. മനസ്സിലായില്ലേ? പിന്നെ അതിനുള്ള മരുന്നുകൾ എടുക്കുക. മരുന്ന് ഒന്നോ ഇഞ്ചക്ഷൻ, ഇല്ലെങ്കിൽ ഗുളിക, ഇല്ലെങ്കിൽ ഇഞ്ചക്ഷനും ഗുളികയും. മോഹൻദാസ്, ആർ യു ഫീലിംഗ് സ്ലീപ്പി? ആർ യു ഫീലിംഗ് സ്ലീപ്പി? Then you go have a walk around and come back. Otherwise, you will have giddiness. Yes. Okay. നിങ്ങൾ വ്യായാമം ചെയ്ത് തൂക്കം കുറച്ച് ഭക്ഷണം നിയന്ത്രിച്ച് മരുന്ന് കഴിച്ചിട്ട് വേണ്ട ലെവലിൽ ഷുഗർ ആയിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്നിനും വ്യത്യാസപ്പെടുത്താൻ പറ്റൂല.
വ്യായാമം കുറക്കാൻ പറ്റൂല, ഭക്ഷണം കൂട്ടാൻ പറ്റൂല. ഏത് ലെവലിലാണ് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ആയത് അതേ ലെവലിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിലേതിലെങ്കിലും ഒന്നിൽ ബാലൻസ് തെറ്റിയാൽ ഷുഗറിന്റെ ലെവൽ തെറ്റും. പിന്നെ ഷുഗറിന്റെ ലെവൽ എത്ര വേണമെന്നുള്ളതും അറിഞ്ഞിരിക്കണം. എൻ്റെ അടുത്ത് രോഗികൾ വന്ന് പറയും, സാറേ എൻ്റെ ഷുഗർ 1000 ഉണ്ടായിരുന്നു, ഇപ്പം 500 ആയിട്ടുണ്ട്, 50% കുറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഈ 50% കുറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവും രോഗിക്കില്ല. രോഗിക്ക് തുടക്കത്തിൽ 1000 ആണെങ്കിലും തുടക്കത്തിൽ 200 ആണെങ്കിലും ചികിത്സിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ലെവൽ ഒരുപോലെയാണ് വേണ്ടത്. അല്ലാതെ പെർസെൻറ്റേജ് കുറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ഭക്ഷണത്തിന് മുമ്പ് ഒരു 110ന്റെ അടുത്തും ഭക്ഷണം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 140ന്റെ ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് കുറയുള്ളൂ. നിങ്ങളെ കണ്ണിന്റെ കാഴ്ച പോയതിനു ശേഷം ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല, പോയത് തന്നെ. നിങ്ങളെ കിഡ്നി ഫെയിലിയർ ആയതിനു ശേഷം ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഷുഗർ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും എത്രയും വേഗത്തിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ട് ഏറ്റവും വേഗത്തിൽ ഇത് കൺട്രോൾ ചെയ്ത് ആ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വന്നതിന് ശേഷം ചികിത്സിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമുക്ക് പിന്നൊരു ദിവസം, ബാക്കിയുള്ള കാരണങ്ങൾ പിന്നൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? ഓ, ആ, നിങ്ങളുടെ ജോയിന്റ് വേദന റുമാറ്റിക് ഫീവർ അല്ല. നിങ്ങൾ സാധാരണയായിട്ട് പ്രായമായ ആളുകൾക്കുണ്ടാവുന്ന ജോയിന്റ് പെയിന് ഒന്നോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് പ്രധാനമായിട്ടും. പിന്നെ വേറെ ഒരുപാട് തരം ആർത്രൈറ്റിസ് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഇത് 2 ഇത് 2 വന്നു കഴിഞ്ഞാലും കൊല്ലങ്ങളോളം പിന്നെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടുമൊക്കെ ഇരിക്കും, പക്ഷെ വേദന അങ്ങനെ തന്നെ ഉണ്ടാവും. ഇല്ലല്ലോ, ഹാർട്ടിന് അതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അതിപ്പോ ആ വേറെ രോഗം പറഞ്ഞത് ഈ രോഗമായിട്ട് എന്താ ബന്ധം? നിങ്ങളുടെ രോഗം അതല്ലാന്ന് പറഞ്ഞല്ലോ ഞാൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒറ്റ രോഗമാണ് റുമാറ്റിക് ഫീവർ, റുമാറ്റിക് ആർത്രൈറ്റിസ്. അതല്ലല്ലോ നിങ്ങളുടെ രോഗം. പിന്നെ അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ ആ ഡോക്ടറെ അടുത്ത് ചോദിക്കുക. നിങ്ങൾ ആയുർവേദത്തിൽ എവിടെ വേണം ചികിത്സ. നമ്മളെ ചികിത്സയായിട്ട് അത് യാതൊരു ബന്ധമില്ല. ഈ നിങ്ങളെ സന്ധിവേദനക്കും നമ്മളെ ചികിത്സക്കും യാതൊരു ബന്ധവും ഇല്ല. അത് വേറെ രോഗം, ഇത് വേറെ രോഗം. യെസ്, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ മാതിരി കൺട്രോളിലെത്തി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 110 കഴിച്ചതിന് ശേഷം 140 ആയി. അപ്പം പിന്നെ ചായ വന്നിട്ടോ ഇങ്ങനെ കുറഞ്ഞ പഞ്ചായത്ത് ചേർക്കാൻ പറ്റുമോ? കുറഞ്ഞ പഞ്ചായത്ത് ചേർത്തതുകൊണ്ട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ചേർക്കാം. എന്നാൽ നിങ്ങളിപ്പോ 2000 കാലറി ഭക്ഷണം കഴിക്കുന്ന ആളെന്ന് വെച്ചോളൂ. ഒരു ദിവസം ഒരു 5 ഗ്രാം, ഒരു സ്പൂണ് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാമാ. 5 ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ 20 കാലറിയാ. അപ്പൊ 2000-ൽ കഴിക്കുന്ന ആൾക്ക് ഒരു 20 കാലറി പഞ്ചസാര കഴിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. മനസ്സിലായി? സാധാരണ പക്ഷെ ആ ലെവലിൽ നിൽക്കൂല. നിങ്ങൾ ഒരു സ്പൂൺ ഇട്ട് നോക്കിയോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം 2 സ്പൂൺ ഇടും. അതാണ് സാധാരണ സംഭവിക്കുക. മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം വിചാരിക്കും ഒരു ലഡ്ഡു കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിലല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് അത്. ഇപ്പൊ ഈ ഞങ്ങൾ പറയും 2 പെഗ് മദ്യം വേണമെങ്കിൽ കഴിക്കാമെന്ന്. ഈ 2 പെഗ്ഗിൽ നിൽക്കൂലല്ലോ ഈ കഴിക്കുന്നവന് 4 പെഗ്, 5 പെഗ്, 6 പെഗ്, 8 പെഗ്ഗായിട്ട് പോയി പോവും. അതുകൊണ്ടിട്ടാണ് കഴിയുന്നതും ഒഴിവാക്കാൻ പറയാനുള്ള കാരണം. ഇല്ല, അതെ, അതുപോലെയല്ല ഇത് രോഗം വേറെ, അത് വേറെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം നിയന്ത്രിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം ചെറിയൊരു സ്റ്റഡി ഉണ്ട്, ഒരു ഗവേഷണം. മദ്യപാനികളായ ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്നു. അതിൽ 2 ഗ്രൂപ്പാക്കി.
മദ്യപാനികളാണ്. അതിൽ ഒരു ഗ്രൂപ്പിന് അല്പം മദ്യം കഴിക്കാൻ അനുവദിച്ചു, മറ്റേ ഗ്രൂപ്പിന് ഒട്ടും മദ്യം കഴിക്കാൻ അനുവദിച്ചില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒട്ടും മദ്യം കഴിക്കാതെ ഗ്രൂപ്പിലാണ് അല്പം ഹാർട്ട് അറ്റാക്ക് കൂടുതൽ ഇതിനേക്കാൾ. അതുകൊണ്ട് മദ്യപാനികൾക്ക് അവരെ നിർബന്ധമായിട്ട് നിർത്താൻ ഞങ്ങൾ പറയാറില്ല. ഒരു ചെറിയ ഡോസ് വേണമെങ്കിൽ ആവാന്ന് പറയാറ്. അല്ലാതെ മദ്യപാനം ഒട്ടും കഴിക്കാതെ ഒരാളടുത്ത് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് കുറയുമെന്ന് പറഞ്ഞ് ഇത് കഴിച്ചോ എന്നുള്ള നിർദ്ദേശം കൊടുക്കാറില്ല. അത് കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? In human blood, total this thing. See, it is say 150 milligrams per deciliter. You multiply by 5 liters. That will be the. Somewhere I remember to have read it is 4 grams. It is 4 grams. I do not know that this. The total volume of blood you take 5 liters in your body. Total volume. For your blood sugar is 150 milligram per deciliter. Okay, that is 1/10 of the liter. So 1500 grams in a liter, and 5 liters is you can calculate how much it is. So that is the way you can calculate and find out in blood how much it is. But it is not only in the blood, it is there in your other tissues. Yeah, the sugar is not only in the blood. Even other cells also have sugar. Intracellular sugar is also there. So not only in the blood. ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം. ഭക്ഷണം കഴിഞ്ഞിട്ട് എത്ര വരെ വന്നു സാർ? 140 ആവറേജ്. കൂടിയാൽ കൂടുതലാണ്, പാടില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞില്ല സാറേ? 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. കുറഞ്ഞ് അത് നിങ്ങൾ വ്യായാമം ചെയ്ത് ഭക്ഷണം നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ കുറയുമല്ലോ. ഇപ്പൊ ഞങ്ങളിവിടെ സാധാരണ വരുന്നതിൽ ഒരു 5% ആളുകൾ പഞ്ചസാരന്റെ മരുന്നും ഗുളികകളും നിർത്തിയിട്ടാ പോവുക. ആവശ്യമില്ല. നിങ്ങൾ തൂക്കം കുറച്ച് ഭക്ഷണം കുറച്ച് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പഞ്ചസാരക്കുള്ള മരുന്നിന്റെ ഡോസ് കുറഞ്ഞു വന്ന് ഒരു 5% ആളുകൾക്ക് ആവശ്യമില്ലാതെ വരും. How many calories are required For per day? it's dependent on your activity. It's the average we require about 2,000 to 3,500 calories. You see? Now, say for example, a boxer, say who trains about 5-6 hours a day, then goes for a vigorous workout and all that. He may be eating 6,000 calories or even more than that because his requirement is high. See, a month ago, there was one Egyptian world Mr. Universe who had come here, and next morning they had given in the newspaper the food that he was eating: 24 eggs, omelette in the morning, and 15 chapatis, and because his requirement is about 8,000 calories. Because he works out so much, his requirement, even if the 8,000 calories, he maintains his present weight, and he does not put on the weight. So it essentially depends upon how much calories you burn every day. But for us, we need about 2,000 to 3,500 calories, and for on a reducing diet, less than 1,000 calories we give until you achieve the goal weight. Once you achieve the goal weight, maybe we will increase it to 1,200 calories. Even if we don't increase, patient himself increases to 1,500 calories or 2,000 calories. So if you tell him to eat only this much, he will eat about twice that amount after a few days, most of them. But even that is good enough, because if it is less than what he has been eating earlier, it makes the difference.
പ്രഷർ കുറഞ്ഞാലും ഒരു ലെവലിൽ നിന്ന് കുറഞ്ഞാൽ കുഴപ്പമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയുന്ന രണ്ട് തരം രോഗങ്ങളാണ്. ഒന്ന് പ്രധാനമായും പെട്ടെന്നാണ് പ്രഷർ കുറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു, സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാവുന്നതാണ്. അതിനെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് എന്ന് പറയും അതിന്. അപ്പം അതുണ്ടായിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ആൾക്ക് ബോധം കെടും, ആൾക്ക് ക്ഷീണം ഉണ്ടാവും, വേർത്ത് വിളറിയിട്ടുണ്ടാവും, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടാതെ വരും. അങ്ങനെയുള്ള ആളുകൾക്ക് കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ മാറിക്കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 2 ലിറ്റർ ബ്ലഡ് പോയിട്ടുണ്ട്, 2 ലിറ്റർ ബ്ലഡ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഡയറിയ പിടിച്ച് ഒരുപാട് ഫ്ലൂയിഡ് പോയിട്ടുണ്ട്, ആ ഫ്ലൂയിഡ് റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ നോർമലാവും. ചില കാരണങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം കാരണങ്ങളെ ചികിത്സിച്ച് കഴിഞ്ഞാലും പിന്നെയും പ്രഷർ കൂടാതിരുന്നെന്ന് വരാം. അങ്ങനെയുള്ളപ്പോൾ പ്രഷർ കൂട്ടാനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് പ്രഷർ കൂട്ടും. മനസ്സിലായില്ലേ? പിന്നെ സാധാരണയായിട്ട് ഞങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തലകറക്കമായിട്ട് ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് അയാൾക്ക് ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റൂല. പ്രഷർ നോക്കുമ്പോൾ ഒരു 110 ആയിരിക്കും. അപ്പോൾ ആ പറഞ്ഞ ആളെയും നിങ്ങൾക്ക് ലോ പ്രഷറാണ്, അതുകൊണ്ടാണ് തലകറക്കം. ചുമ്മാ പറഞ്ഞതാ. ഈ 110 പ്രഷറിലൊന്നും തലകറക്കം സാധാരണയായിട്ടുണ്ടാവില്ല. ഈ തലകറക്കം ഉണ്ടാവുന്ന കാരണം ഇയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ലേബിൾ ചെയ്യണ്ടേ? ആ ലേബിളിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ലോ പ്രഷർ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗം ഒരു ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ പഠിക്കുന്ന ഒരു പുസ്തകത്തിലും അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടില്ല. പെട്ടെന്നുണ്ടായി ഹാർട്ട് അറ്റാക്കോ ഇല്ലെങ്കിൽ ബ്ലഡ് പോയിട്ടോ ഉണ്ടാവുന്നതിന് ഷോക്ക്, അത് വേറെ ഉണ്ട് ഒരു സെക്ഷൻ. പക്ഷേ നിങ്ങൾക്ക് കാലാകാലവും പ്രഷർ കുറഞ്ഞിട്ടിരിക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ തലകറക്കം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടേ ഇല്ല. അത് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ സ്വന്തമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രോഗമാണ്. മനസ്സിലായല്ലേ? അത് രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ വന്ന ഒരു സ്ഥിതിയിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ലേബിൾ അങ്ങോട്ട് ഇട്ട് തരും, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് 100 110 പ്രഷറുള്ള ആളുകൾക്ക് അതുകൊണ്ടൊരു സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. ധാരാളം ആളുകൾ 90 100 പ്രഷറായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവർക്ക് കുഴപ്പം സംഭവിക്കുന്നത് ഒരു ഡോക്ടർ നിങ്ങളെ പ്രഷർ ലോ ആണെന്ന് പറഞ്ഞ അന്ന് മുതൽ അയാൾക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് മാനസികമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ്, അല്ലാതെ അത് ശരിക്കുള്ള രോഗലക്ഷണങ്ങളല്ല. അതെ, അത് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെയാ. അത് തന്നെ. അത് രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്നൊക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി നിങ്ങൾക്ക് എഴുതി തരും. അത് ഞങ്ങളെ അറിയാൻ പാടില്ല, അതിനെ ഞങ്ങൾ സമ്മതിക്കൂല. അപ്പൊ അതിനിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങളെ ഭാഗ്യം പോലെ ഉണ്ടാവും. എങ്ങനെ രക്തം? അതേ, രക്തം ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പെട്ടെന്ന് രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രഷർ കുറയും. അല്ല, ഹിമോഗ്ലോബിൻ കുറഞ്ഞാൽ പ്രഷർ കുറയൂല. മനസ്സിലായില്ലേ? പെട്ടെന്ന് നിങ്ങളെ രക്തം യു ഷുഡ് ലൂസ് ദ ബ്ലഡ്. പ്രസവിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണ്ടായിട്ടോ പെട്ടെന്ന് രക്തം പോയി കഴിഞ്ഞാൽ പ്രഷർ കുറയും.